കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പത്തനംതിട്ട തുലാപ്പള്ളിയിലെ ബിജുവിന്റെ വീട്ടിൽ നിന്ന് 5 കിലോമീറ്റർ മാത്രം അകലെയാണ് കഴിഞ്ഞ വർഷം കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ 2 പേർ മരിച്ചത്. അയൽവാസികളായ തോമസും ചാക്കോയും കൊല്ലപ്പെട്ട് ഒരു വർഷമായിട്ടും പ്രദേശത്ത് വന്യമൃഗശല്യം തടയാൻ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. രാവിലെ റബ്ബർ തോട്ടത്തിൽ ജോലി ചെയ്യുകയായിരുന്ന തോമസിനെ ആക്രമിച്ചതിന് തൊട്ടുപിന്നാലെ വീടിന്റെ വരാന്തയിൽ പത്രം വായിക്കുകയായിരുന്ന ചാക്കോയെയും കാട്ടുപോത്ത് കൊലപ്പെടുത്തുകയായിരുന്നു. അർജുൻ മട്ടന്നൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കാട്ടാന ആക്രമണത്തിൽ ബിജു കൊല്ലപ്പെട്ട തുലാപ്പള്ളിയിൽ നിന്നും ഏതാണ്ട് 5 കിലോമീറ്റർ മാത്രം അകലെയുള്ള കണമലയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഒരു വർഷം മുൻപാണ്, കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ വർഷം മെയ് മാസത്തിലാണ് ഈ വീട്ടിലെ ഗൃഹനാഥനായ തോമസ് കാട്ടുപോത്തിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. തോമസ് മാത്രമല്ല, ആ കാട്ടുപോത്ത് തോമസിനെ ആക്രമിച്ചതിന് പിന്നാലെ തൊട്ട് താഴെയുള്ള ചാക്കോ എന്ന മറ്റൊരാളെയും ആക്രമിച്ചു. ഈ രണ്ടുപേരും മരിക്കുകയും ചെയ്തു. ഇപ്പോഴും ഇവിടെ വന്യമൃഗശല്യം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊപ്പം ഉള്ളത് തോമസിൻ്റെ ബന്ധുവായ ജോബിയാണ്. കഴിഞ്ഞ വർഷം മെയ്യിലാണ് ഈ ആക്രമണം നടന്നത്. എന്താണ് അന്ന് സംഭവിച്ചത്? കഴിഞ്ഞ വർഷം മെയ് ആകുമ്പോൾ എനിക്ക് തോന്നുന്നു 1 വർഷം ആകാനായിട്ട് പോവുകയാണ്. എൻ്റെ ഉപ്പാപ്പനാണ് തോമസ് എന്ന് പറയുന്നത്. അദ്ദേഹം രാവിലെ വെട്ടാനിറങ്ങിയതാണ്. ഇവിടെ വെട്ടിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് കാട്ടുപോത്ത് വന്ന് അദ്ദേഹത്തെ ആക്രമിക്കുന്നത്. അതിനുശേഷം അവിടുന്ന് താഴേക്ക് പോയിട്ടാണ് ചാക്കോച്ചേട്ടനെ, പത്രം വായിച്ചുകൊണ്ടിരുന്ന ചാക്കോച്ചേട്ടനെ ആക്രമിക്കുന്നത്. ഇതിപ്പോൾ നാടിൻ്റെ ഒരു വലിയ പ്രശ്നവും ഭീതിയുള്ള ഒരു അവസ്ഥയുമായി തീർന്നിരിക്കുന്നു. ഇന്നലെ ബീച്ചേട്ടനെ കാട്ടാനെ ആക്രമിക്കാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ ഈ ആക്രമണത്തിന് ശേഷം പിന്നെ ഈ ദേശവും പരിസരവും ഒക്കെ കാണുമ്പോൾ അറിയാം, ഇവിടെയൊന്നും ആരുമില്ല. എല്ലാവരും ഒരു പരിധിവരെ നാട് വിട്ടു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. വളരെ ഭീതി ഉള്ള അവസ്ഥയിലാണ് ഞങ്ങളെല്ലാം ഈ നാട്ടിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തോമസിനെ ആക്രമിച്ച ശേഷം ആ കാട്ടുപോത്ത് ഇതുവഴി താഴേക്ക് ഓടി വരികയായിരുന്നു. തുടർന്നാണ് ഈ വീടിൻ്റെ വരാന്തയിൽ ഈ കാണുന്ന കസേരയിൽ പത്രം വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്ന ചാക്കോയെ ആക്രമിക്കുന്നത്. അതിനുശേഷമാണ് കാട്ടുപോത്ത് ഇവിടെ നിന്ന് പോകുന്നത്. ഈ സംഭവത്തിൽ തോമസും ചാക്കോയും കൊല്ലപ്പെടുകയാണ് ചെയ്തത്. നമുക്കിപ്പം ചാക്കോയുടെ ഭാര്യ ഉണ്ട്. എന്താണ് കഴിഞ്ഞ വർഷം ശരിക്കും സംഭവിച്ചത്? കഴിഞ്ഞ വർഷം രാവിലെ പത്രം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ കാട്ടുപോത്ത് ഇറങ്ങി വന്ന് പുറകിൽ കൂടെ വന്ന് ആക്രമിക്കുകയായിരുന്നു. ഞാൻ കാണുമ്പം കമിഴ്ന്ന് കിടക്കുക. പെട്ടെന്ന് തന്നെ ഞാൻ മറിച്ച് കിടത്തി. അപ്പോൾ തന്നെ മരിച്ചിട്ടില്ലായിരുന്നു, കാട്ടുപോത്താണെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ ചെന്ന് നോക്കുമ്പോൾ കാട്ടുപോത്തിനെ കണ്ടു. രാവിലെ ഒരു 7:30 സമയത്താണ്, പകൽ സമയത്താണ് ഈ സ്വന്തം വീടിൻ്റെ വരാന്തയിൽ ഇരുന്ന് പത്രം വായിക്കുമ്പോഴാണ് ചാക്കോക്ക് ഈ ദുരന്തം ഉണ്ടായത്. ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ ഈ മേഖലയിൽ ആവർത്തിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് തൊട്ടപ്പുറത്ത് കഴിഞ്ഞ ദിവസം ബിജു കൊല്ലപ്പെട്ട സംഭവം. എന്തായാലും ഈ നഷ്ടപരിഹാരത്തിന് അപ്പുറത്തേക്ക് ഈ വന്യമൃഗശല്യം പൂർണ്ണമായും പരിഹരിക്കാനുള്ള നടപടി വേണമെന്നാണ് ഈ പ്രദേശവാസികളുടെ ആവശ്യം. വീഡിയോ ജേർണലിസ്റ്റ് പ്രദീപ് കുമ്പിടിക്കൊപ്പം കണമലയിൽ നിന്നും റിപ്പോർട്ടർ അർജുൻ മട്ടന്നൂർ, ഇൻ റിപ്പോർട്ടർ.